മഴ തോരും മുംബൈയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ഇതുവരെയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ വൈജയന്തിയെ നോക്കാനായി കൂട്ടിരുന്ന അലീന 7 മണിയായിട്ടും തിരിച്ചെത്താത്തതുകൊണ്ട് ബാലേന്ദ്രൻ തിരക്കിയിറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് വഴക്കുണ്ടാക്കി. അലീന എന്താ നിങ്ങൾ നോക്കാൻ കൊണ്ടുവിടാനെന്നൊക്കെ ബഹളം വെച്ചിട്ട് ബാലേന്ദ്രൻ തിരിച്ച് ഹോസ്പിറ്റലിന് പുറത്ത് വന്ന് മനുവിനെ വിളിച്ചു പറഞ്ഞു. മനു ചോദിച്ചിട്ട് എന്താണ് ബാലേട്ട പറയുന്നത്? അലീനയെ കാണാമായിരുന്നു ഈ രാത്രിക്കോ, ഈ 7 മണി നേരത്തോ? ഈ സമയത്ത് രാജീവനും ശിവനും പറഞ്ഞയച്ച ഗുണ്ടകൾ അലീനയെ തട്ടിക്കൊണ്ടുവന്ന് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് റൂമിലേക്ക് തള്ളിയിടുന്നുണ്ട്. അലീന അവിടെ കിടന്ന് ആകെ നിലവിളിച്ച് ബഹളം വെക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലീന ബഹളം വെച്ച് കരയുകയാണ്. മുഖത്തും കയ്യിലുമൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അലീനയുടെ മുഖത്തും കൈകളിലും അതെല്ലാം വലിച്ചു പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ട് വെളിയിലോട്ട് നോക്കി അലീന കാറുന്നുണ്ട്. ഈ സമയത്ത് എല്ലാം അറിഞ്ഞ ഗംഗേട്ടൻ, മനുവാണ് എല്ലാം വിളിച്ചു പറഞ്ഞത് ഗംഗേട്ടനോട്. അലീനയെ കാണാനില്ല, എനിക്ക് സംശയമുണ്ട്, അച്ഛനെയും കൊച്ചച്ഛനെയും എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ ശിവനെയും രാജീവനെയും വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളിത് തീക്കളിയാണ് കളിക്കുന്നത്. ഇതിവിടം വെച്ച് നിർത്തിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ഹോട്ടലിൽ എന്തിനാണ് റൂം എടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് വരും. നിങ്ങൾ ഈ കാണിച്ചു വെച്ച കളികളെല്ലാം ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ ഫോണിലൂടെ പറയുന്നുണ്ട്. ഗംഗേട്ടൻ അവരുടെ അടുക്കലോട്ട് പോവുകയാണ്. ഇതൊന്നും അറിയാത്ത മട്ടിൽ രാജീവനും ശിവനും ഒന്നും അറിയാത്തവർ നടക്കുവാണ്. മനുവും അവിടെ ചെന്ന് ബഹളം വെച്ചിരുന്നു. ഇനിയെങ്കിലും പറയൂ അലീന എവിടെ ഉണ്ടെന്ന്. ഇത് വെറുതെ വിടുന്ന കളിയല്ല, കേസാവും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും, മുഖത്ത് തുണിയിട്ട് നടക്കേണ്ടി വരും, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടും എന്നൊക്കെ മനു അച്ഛനോടും കൊച്ചച്ഛനോടും പറയുന്നുണ്ട്. ഇതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളല്ല എന്ന മട്ടിലാണ് അവർ നിൽക്കുന്നത്. അവിടുന്ന് മനു ഇറങ്ങുവാണ് അലീനയെ തപ്പി. എല്ലാവർക്കും അറിയാം ശിവനും രാജീവനുമാണ് ഇതിൻ്റെ പുറകിലെന്ന്. അലീന ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുകയും ബഹളം വെക്കുകയും കരയുന്നതിനിടയിൽ ഗുണ്ടകൾ വന്ന് കഥകൾ തട്ടി വിളിക്കുന്നുണ്ട്. തുറക്കടി തുറക്കടി കഥ എന്നും പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുന്നുണ്ട്. അലീന നേരത്തെ തന്നെ കഥകിനകത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചു. അവർ ചവിട്ടിപ്പൊളിക്കാൻ നോക്കുന്നുണ്ട്. അലീന പേടിയോടെ മിണ്ടാതെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അലീന ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അലീനെ ആര് രക്ഷിക്കുമെന്നും അറിയില്ല. അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക്